ശ്രീ എ സമ്പത്ത് ഇദ്ദേഹം റോണി കെ ബേബി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് പറഞ്ഞത് കേട്ടല്ലോ. അപ്പോൾ ഈ അർത്ഥത്തിലാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതുവരെ തൃപ്തിയായിരുന്നു, ആദ്യം തൃപ്തിയില്ലായിരുന്നു, പിന്നീട് തൃപ്തിയായി, ഇപ്പോൾ വീണ്ടും തൃപ്തി പോകുന്നു. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഏത് തരത്തിലാണ് നിങ്ങൾ ഭരണം ഉപയോഗിച്ച് അതിലേക്ക് ഇടപെടുന്നത്? ജിംഷാദെ, നമ്മുടെ ഈ ചർച്ച തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 20 മിനിറ്റ് ആവുകയാണ്. തീർച്ചയായും. അപ്പോൾ താങ്കൾ ചില കാര്യങ്ങൾ ചോദിച്ചു, വ്യക്തത വരുത്താനായി. അപ്പോൾ പ്രൊഫസർ റോണി കെ ബേബി കാര്യങ്ങൾക്ക് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹം ആ കാര്യത്തിൽ വളരെ മാന്യമായി പറഞ്ഞു. അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും വെച്ചുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ് എടുക്കുന്നുള്ളൂ. ശ്രീ ജയചന്ദ്രൻ അടക്കമുള്ളതാണല്ലോ. ഞാനൊരു 30 മാസത്തിലേറെ കാലം ഈ ദേവസ്വം വകുപ്പ് കൂടി കൈകാര്യം ചെയ്തിരുന്ന, ഇന്ന് ലോക്സഭാംഗമായിട്ടുള്ള സഖാവ് കെ രാധാകൃഷ്ണൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റിൻ്റെ പേര് മന്നത്ത് പത്മനാഭൻ എന്നാണ്. ശ്രീ ആർ ശങ്കർ അതിലെ ബോർഡ് അംഗമായിരുന്നു. മറ്റൊരാൾ ശ്രീ ശങ്കരനാരായണ അയ്യരായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും പലപ്പോഴും ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ചെയർമാനെ അതിൻ്റെ പ്രസിഡൻറ്റിനെയും കുറിച്ചൊക്കെ പലപ്പോഴും ആരോപണങ്ങൾ, അപവാദങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളുമൊക്കെയാണ് വന്നിട്ടുള്ളത്. എങ്കിലും ഈ ശ്രീ ആർ ശങ്കറാണ് ദേവസ്വം ബോർഡിൽ അംഗമായിരുന്ന ഒരാൾ പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ളത്. 1967 വരെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്നുള്ളത് ഒട്ടും ഭദ്രമല്ല എന്നത് മാത്രമല്ല, ശമ്പളം പോലും മുടങ്ങിയത് മാത്രമല്ല, ശബരിമലയിലേക്കൊന്നും അങ്ങനെയൊന്നും ബസ് സർവീസ് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ വളരെ കഷ്ടമായിരുന്നു. അവിടുത്തെ ദൈനംദിനം ചെലവുകൾ നടത്താനോ ശമ്പളം കൊടുക്കാനോ പോലും കഴിയാതിരുന്ന കാലത്ത് പ്രാക്കുളം ബാസി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ് CPIMൻ്റെ മുതിർന്ന നേതാവായ പുന്നപ്ര വയലാർ സമരസേനാനിയായ സഖാവ് PK ചന്ദ്രാനന്ദൻ പാർട്ടി നിർദ്ദേശാനുസരണം അതിൻ്റെ ബോർഡ് അംഗമാകുന്നത്. അങ്ങനെ റോഡ് തന്നെ ഉണ്ടല്ലോ അല്ലേ? അതെ, അത് PK ചന്ദ്രാനന്ദ റോഡ് തന്നെയുണ്ട്. ആ PK ചന്ദ്രാനന്ദ റോഡ് അത്തരത്തിൽ അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇപ്പോൾ CPIMനെ ആക്ഷേപിക്കുന്നവരെയും കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കുന്നവരെയും ഇതിലൊക്കെ തന്നെ എല്ലാത്തിൻ്റെയും പഴി ഞങ്ങൾക്കാണല്ലോ. അതങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. 2 കൈ നീട്ടി അത് സ്വീകരിച്ചുകൊള്ളാം. അത് നമ്മൾ സ്വീകരിക്കുന്നു. ഒരു വിധത്തിലുള്ള നമുക്കതിനുള്ള എന്തെങ്കിലും വിധത്തിലുള്ള ആക്ഷേപവും ഇല്ല. PKC അക്കാര്യത്തിൽ സത്യസന്ധമായി, സുതാര്യമായി, സംഘടനാ പാടവത്തോടുകൂടി അക്കാര്യങ്ങൾ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ചെയ്തു. വേറൊരു കാര്യമാണ്, ജിംഷാദ് ഒന്നും ഈ അന്ന് ചിലപ്പോൾ ജനിച്ചിട്ടുണ്ടാവില്ല. അതിൽ ഒരു കാര്യം കൂടി, ഈ നാട്ടിലൊരു പ്രദക്ഷിണം ശബരിമല ശാസ്താവിൻ്റെ അതേ വിഗ്രഹത്തിൻ്റെ രൂപത്തിലുള്ള, അത് ഓർമ്മയുള്ള പലരും ഉണ്ടാവും. അങ്ങനെ ആ പ്രദക്ഷിണം നടത്തിയിട്ടാണ് പല ആളുകളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും പണം സംഭരിച്ച് ഈ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി അത്തരത്തിൽ ഈ പണവും വിഭവങ്ങളും ശേഖരിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ തുടങ്ങും. ആ തുടക്കമിടുന്നത് പോലും കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, സഖാവ് PKC ആണ്, PK ചന്ദ്രാനന്ദനാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള കാലത്ത് നമ്മൾ VSൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇപ്പോൾ BJPയിലേക്ക് പിന്നീട് പോയിട്ടുള്ളതായ ഒരു നേതാവുണ്ട് കോൺഗ്രസിൻ്റെ, പ്രൊഫസർ റോണി കെ ബേബിയുടെ തന്നെ നേതാവായിരുന്ന രാമൻ നായർ. KSUവിൽ കൂടിയാണ് അദ്ദേഹം ഉയർന്നു വന്നത്. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹം KSUവിൻ്റെ സംസ്ഥാന നേതാക്കളിൽ ഒരാളാണ്. ആ രാമൻ നായരുടെ കാലത്ത് ദേവസ്വം ബോർഡിലെ അഴിമതി എന്നുള്ളത് അവിടെ ഈ വിശ്വാസികളായിട്ടുള്ളവർക്കും തീർത്ഥാടകർക്കും ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്ന ആളുകളെന്ന് പറഞ്ഞാൽ തന്നെ വല്ലാതെ നാണക്കേട് തോന്നുന്ന നിലയിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെയാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ കാലാവധി 4 എന്നുള്ളതിൽ നിന്ന് 2 ചുരുക്കുന്നത്. അത് ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അങ്ങനെ ഓർഡിനൻസ് കൊണ്ടുവന്നു. ഈ കാര്യങ്ങൾ ഉണ്ടായപ്പോൾ അന്ന് പ്രൊഫസർ റോണി കെ ബേബിയുടെ പാർട്ടി അതിനെല്ലാം നഖശികാന്തം എതിർക്കുകയുണ്ടായി. എന്നാൽ അത് ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത, അന്ന് ദേവസ്വം ബോർഡിൽ അഴിമതിയെ സംബന്ധിച്ചുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നു, വിവിധ യൂണിയനുകൾ ഏറ്റെടുത്തു, മാധ്യമങ്ങളിലടക്കം വന്നു. ഞാൻ ഓർമ്മയുണ്ട്, ഞാൻ ആ യോഗത്തിൽ പ്രസംഗിച്ച ആളാണ്. ആ യോഗം പാളയത്ത്, നമ്മുടെ ഈ സ്റ്റുഡിയോയുടെ കുറേ അപ്പുറത്ത് പാളയത്ത് അതിൻ്റെ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് യശസ്വരീയനായ സഖാവ് T ശിവദാസമേനോനായിരുന്നു. ഈ VSൻ്റെ ഗവൺമെൻറ് കാലത്തിന് ശേഷം പിന്നീട് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വന്നു. ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്കടക്കം കേസുകൾ പല ആളുകളും കൊണ്ടുപോയി. ആ കേസിൽ മറ്റൊരു കാര്യം കൂടി അറിയാനുള്ളത്, ആദരണീയനായ ജസ്റ്റിസ് ശ്രീ പരിപൂർണൻ്റെ ബെഞ്ചിന് മുമ്പാകെ അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ നേതാവായിരുന്ന ശ്രീ ഷാജി ശർമ്മയെ അവിടെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ വല്ലാതെ വിമർശിക്കുകയുണ്ടായി. ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ തരാം, വിളിച്ച് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും. ചവറയിലാണ് അദ്ദേഹം.
ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വന്നതിന് ശേഷമാണ് PSCക്ക് ഇടയ്ക്ക് വിട്ടതാണ്. അതിനെ സംബന്ധിച്ച് പിന്നീട് വിവിധ സാമുദായിക സംഘടനകളിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായമുണ്ടായി. അത് പുനഃപരിശോധിച്ചുകൊണ്ടാണ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വന്നത്. അങ്ങനെയാണ് അഡ്വക്കേറ്റ് ശ്രീ രാജഗോപാലൻ നായർ അതിൻ്റെ ആദ്യത്തെ ചെയർമാനാകുന്നത് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ. ഇപ്പോൾ അതിൻ്റെ ചെയർമാൻ ശ്രീ മോഹൻദാസാണ്. മുമ്പ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന മനുഷ്യനാണ്. ഇതിലെ ഈ സംവരണ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് അത്തരത്തിൽ ഇതിന് പരീക്ഷ, ഇൻ്റർവ്യൂ, അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഈ കാര്യങ്ങളിൽ ഒരു മാനദണ്ഡം നിശ്ചയിച്ചുകൊണ്ടെല്ലാം വരുന്നത്. മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ്സിന് വല്ലാതെ ഒരു വെപ്രാളം വരുന്നതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഞാൻ എന്തെങ്കിലും അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു ആരോപണത്തിനൊന്നുമല്ല ഞാൻ തയ്യാറാവുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ കുഞ്ഞിരാമൻ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അംഗമായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 പേരുള്ളതിൽ ഒരംഗം അദ്ദേഹമായിരുന്നു. അന്നൊക്കെ നടന്നിട്ടുള്ള നിയമനങ്ങളെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അങ്ങനെ നിയമനങ്ങൾ നേടിയ പല ആളുകളും അത് ഉന്നതരായ സ്ഥാനത്തെത്തി, പല ആളുകളും റിട്ടയർമെൻറ്റ് ആയിട്ടുണ്ടാവാം. അത്തരം കാര്യങ്ങളിൽ അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം ഒരു ചർച്ച വരുമ്പോൾ എന്താണ്, ചില ആളുകളെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരെ വിളിച്ചു വരുത്തുന്നു. അത് തെളിവെടുപ്പിനാണ്. ആരിൽ നിന്നാണ് തെളിവെടുപ്പ്? കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ തെളിവെടുപ്പാണ്. ശരി, അപ്പോൾ അത് CPMൻ്റെ നേതാക്കളോ പ്രവർത്തകരോ അങ്ങനെയുള്ള നോമിനികളോ ആണെങ്കിലോ ചോദ്യം ചെയ്യല. എന്നാൽ ഞാൻ അഭിഭാഷകനായതുകൊണ്ട് പറയണം, നിങ്ങൾ 3 പേരും വക്കീലന്മാരല്ല. ഇത് ചോദ്യം ചെയ്യലുമല്ല, ഇത് തെളിവെടുപ്പുമല്ല. മാധ്യമങ്ങൾ അങ്ങനെ എഴുതുന്നതും മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നതും അത് ശരിയായ രീതിയിലുള്ള ലീഗൽ ടെർമിനോളജി അല്ല. എന്താ പിന്നെ ഗ്യാതറിങ് ദ ഇൻഫർമേഷൻ എന്ന് പറയും. ഒരു കാര്യത്തെ സംബന്ധിച്ച് എനിക്കറിവുണ്ട് എങ്കിൽ ഞാൻ അക്കാര്യത്തെ വിവരശേഖരണമാണത്. ഇംഗ്ലീഷിൽ അത് വിവരശേഖരണമാണ്. അത് നിങ്ങളുടെ ഈ ചുരുക്കം നിങ്ങൾ യൂണിയൻ ഗവൺമെൻറ് എന്നുള്ളത് നിങ്ങളെല്ലാവരും കേന്ദ്ര സർക്കാർ എന്ന് പറയും. ഞാൻ അന്നും ഇന്നും എതിർത്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ യൂണിയൻ ഗവൺമെൻറ് എന്നേ പറയാറുള്ളൂ. ഇവിടെ രാഷ്ട്രീയ നേതാക്കളടക്കം ഇപ്പോൾ ആദ്യം ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചതിന് ശേഷം ദേശീയ മാധ്യമങ്ങളിലടക്കം ചർച്ചയിലും യൂണിയൻ ഗവൺമെൻറ് ആദ്യം ഇന്ത്യയിൽ അങ്ങനെ തമിഴ്നാട് സംസ്ഥാനം അത് ഭേദഗതി വരുത്തി. അവർ യൂണിയൻ ഗവൺമെൻറ് എന്നേ പറയുന്നുള്ളൂ, എഴുതുന്നുള്ളൂ. തമിഴിലും അങ്ങനെ തന്നെ. ഇപ്പോൾ സഖാവ് പിണറായിയുടെ ഗവൺമെൻറ്റും അങ്ങനെ ആക്കി. നല്ല കാര്യം. ഞാനിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ കാര്യം എന്താ, ഒരു കുറ്റകൃത്യത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ആളുകൾ അവരെ ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ള തെളിവുകൾ ആ അന്വേഷണ സംഘത്തിന് ലഭിച്ചാൽ, അന്വേഷണ ഉദ്യോഗസ്ഥന്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് അല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒക്കെ ലഭിച്ചാൽ അവരെ ചോദ്യം ചെയ്യാം. അവർ ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ MO എന്നൊക്കെ പറയും. ഈ ക്രിമിനൽ വക്കീലന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മെറ്റീരിയൽ ഒബ്ജക്റ്റ് എന്നൊക്കെ പറയും. സ്വർണ്ണപ്പാളി ഇളക്കിയെടുക്കാനായി ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും സാധനമുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി അത് തൂക്കിയിട്ടുള്ളത് എവിടെയാണ് എങ്കിൽ അതിൻ്റേതായിട്ടുള്ള മറ്റു കാര്യങ്ങൾ അതിൽ ഈ പറയുന്നതായിട്ടുള്ള രാസപ്രക്രിയയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ളതിൻ്റെ തെളിവുകൾ നമ്മൾ പറയുമല്ലോ ചിലപ്പോൾ ഈ തൊണ്ടി മുതലെടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അത് ഇതിന് ഉപയോഗിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് പ്രതിയാക്കുക. പ്രതിയായി അത്തരം വരുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കോടതി മുമ്പാകെ പ്രതിപട്ടികയിൽ അങ്ങനെ ഉണ്ടാവും. അക്യൂസ് നമ്പർ 1, 2, 3, 4 ഇൻ ദ അറേ ഓഫ് ദി അക്യൂസ്ഡ് എന്നാണ് ഞങ്ങൾ പറയുക. ഇവിടെ ഈ വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്ന ആളുകൾ അവർ സാക്ഷികൾ പോലും ആകണ്ട. നാളെ ഇപ്പോൾ ആരെങ്കിലും ചോദിക്കാം എന്തുകൊണ്ട് അവരെ സാക്ഷിയാക്കിയില്ല എന്ന്. അങ്ങനെ വിവരം ശേഖരിക്കുന്ന ആളുകളെല്ലാം സാക്ഷിയാക്കലല്ല അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പണി. ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ച് യാതൊരു കാര്യവും അറിഞ്ഞുകൂടാത്ത, നിയമപരമായ ഒരു പരിജ്ഞാനവും ഇല്ലാത്ത പല മാധ്യമപ്രവർത്തകരും അവരുടെ കയ്യിൽ കിട്ടിയത് ഈ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള നിലയിലേക്കെല്ലാം അങ്ങനെ വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വ്യക്തമാണ് ശ്രീ സമ്പത്ത്.